ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അടയാണ്. അടദോശ പലതരമുണ്ട്. അടദോശ ഞാൻ ഓൾറെഡി പലതരം അടദോശകൾ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു സ്റ്റൈലാണ്. അടദോശ ക്രിസ്പി ആയിരിക്കും, ക്രഞ്ചി ആയിരിക്കും. ആ ഒരു എന്താ പറയുക, ചൂടോടുള്ള അടദോശയുടെ മുകളിൽ വെണ്ണയും കൂട്ടി അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ ടേന്നുണ്ടാവും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാം അരക്കപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, അതായത് എടുക്കുന്നത്. സോ ദാറ്റ് എളുപ്പമുണ്ടല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അരക്കപ്പ് കടലപ്പരിപ്പ്, അരക്കപ്പ് ചെറുപയർ, അതേമാതിരി അരക്കപ്പ് തോരപ്പരിപ്പ്. ഞാൻ മസൂർ ദാളാണ് ഉപയോഗിക്കുക, നിങ്ങൾക്കറിയാലോ. അതേമാതിരി തന്നെ അരക്കപ്പ് ചെറുപയർ പരിപ്പ്, മനസ്സിലായില്ലേ, മൂങ് ദാൾ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അരക്കപ്പോളം പച്ചരി എടുക്കുന്നുണ്ട്. അതേമാതിരി അരക്കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് കഴുകിക്കഴിഞ്ഞതിന് ശേഷം വെള്ളം നല്ലോണം വെക്കുക. അതിലേക്ക് 1 സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുക. അതേമാതിരി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽ മുളക് ഇട്ട് കൊടുത്തോളൂ. ഞാനിവിടെ ഒരു 7 എണ്ണം എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 6-7 മണിക്കൂർ കുതിർന്നിരിക്കട്ടെ. 6-7 മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ നന്നായിട്ട് കുതിർന്ന് കിടക്കുന്ന വറ്റൽ മുളകൊക്കെ പെറുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ മിക്സിയിലിടുക. എന്നിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ദാലിനെ എല്ലാം കൂടിയിട്ടുള്ള പരിപ്പിനെ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരയ്ക്കുക. ഒന്ന് ഒതുങ്ങി എന്ന് കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടും. ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് 1 സ്പൂണ് ജീരകം, അതേമാതിരി കുറച്ച് കരിവേപ്പില. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അത് നമ്മൾ പൊതുവേ അടദോശയ്ക്ക് കറുക്ക് പുറുക്കോ എന്നാണ് അരയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു അടദോശയ്ക്ക് കുറച്ചൊന്ന് നല്ല ഒരു പദത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക, എന്നാലേ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ അരച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് വെക്കുക. എന്നിട്ട് ഉണ്ടാക്കാൻ പോണ സമയത്ത് നിങ്ങൾ ഉപ്പിട്ടോളൂ. ഓക്കെ, ഇനി നമ്മൾ 2 കയ്യിൽ മാവ് നന്നായിട്ട് നല്ലെണ്ണ തേച്ചിട്ടുള്ള ദോശക്കല്ലിലേക്ക് അങ്ങോട്ട് പരത്തുക. പിന്നെ നന്നായിട്ട് ദോശ അങ്ങോട്ട് പരത്തണ പോലെ അങ്ങോട്ട് പരത്തിക്കോളൂ. കറ പറവോന്ന് അരയ്ക്കാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് പരത്താൻ നിങ്ങൾക്ക് കിട്ടും. ഇനി നല്ല പോലെ നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക, എന്നാലാണ് അതിൻ്റെ രുചി കൂടുക. ഇനി ഇല്ല നിങ്ങൾക്ക് നെയ്യ് വേണം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു അടുത്ത സൈഡും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിരിച്ചിടുക. ഇത് നോ ഫെർമെൻറ്റേഷൻ ആയതുകൊണ്ട് തന്നെ രാവിലെ നിങ്ങൾ കുതിർത്തിടണു, വൈകുന്നേരം ഡിന്നറിന് നിങ്ങൾക്ക് കറക്റ്റായിരിക്കും. കൂടെ ഒരു സമ്മന്തിയോ ഇല്ലെങ്കിൽ ഒരു ചട്നിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ അപ്പോൾ അതായത് ചൂടോട് കൂടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. ചൂടോട് കൂടിയിട്ട് ഇതായിക്കഴിഞ്ഞ ഉടനെ തന്നെ മുകളിൽ നല്ല പോലെ വെണ്ണ ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ആ കഴിക്കുന്ന ആൾക്കാരോട് പറയുക ഈ വെണ്ണ നന്നായിട്ടൊന്ന് തേച്ച് ആ ഭാഗത്തൊക്കെ ഒന്ന് പിടിപ്പിക്കാൻ. അപ്പോൾ ഈ വെണ്ണയിൽ കുതിർന്നിട്ടുള്ള അടദോശ അങ്ങോട്ട് കഴിക്കാനാണ് ശരിക്കും സൂപ്പർ അപ്പോൾ ഇതാ ഓരോരുത്തർക്കും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ഓരോന്ന് വെച്ച് ഇവർ തുടങ്ങും. ഒരു 2-3 എണ്ണമൊക്കെ എന്തായാലും കഴിക്കും. നേരെ മറിച്ച് കറുക്ക് പുറുക്കോ എന്നുള്ള ദോശയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് എന്താണ് പറയുക, കട്ടി കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത്രയ്ക്ക് പ്രിഫറൻസ് എപ്പോഴും ഉണ്ടാവാറില്ല. നേരെ മറിച്ച് ഇതുപോലുള്ള ക്രിസ്പി അടദോശയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വരൂ നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ കട്ടൻ വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഇതിനെ ചൂടോടെ കൂടിയിട്ട് ഇങ്ങനെ വെണ്ണ ഇവിടെ തേക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടദോശയാണ്. അതായത് സാധാരണ പോലത്തെ അടദോശയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് ക്രിസ്പി അടദോശയാണ്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, കണ്ടാ സൂപ്പർ. bang on taste. ഒരേ ഒരു ദോശ കഴിച്ചാൽ എന്ത് വേണ്ട കിണ്ണന കിടക്കും.
അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ലൈക്ക് എന്താ പറയുക, IMF ചെയ്യുന്നുണ്ടോ, ഭയങ്കരമായിട്ട് തടിച്ചുല്ലോ എന്നൊക്കെ. ഞാനിപ്പോൾ IMF ചെയ്യുന്നില്ല. ഏകദേശം 8 മണിയാകുമ്പോഴേക്കും നിർത്തും. അടുത്ത ദിവസം രാവിലെ 10:30-11 മണിയാകുമ്പോൾ കഴിക്കും. അതിൻ്റെ ഇടയിൽ എന്ത് ഗ്യാപ്പ് വരുന്നോ അത് മാത്രം. എന്താ വെച്ചാൽ ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി എത്തി വരുന്നില്ല. അതൊന്ന്. രണ്ടാമത്തത്, നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, അയ്യോ വിനി ക്യാമറ ആംഗിളിന്റെ കുഴപ്പമാണോ തോന്നുന്നു, അതാണ് തടി തോന്നിക്കണത്, നേരിട്ട് കാണുമ്പോൾ തടി ഇല്ല എന്നൊക്കെ. ഈ തടി തോന്നിക്കുക, ഇല്ലാണ്ടാവുക, ഇതൊക്കെ ഇങ്ങനെ കേട്ട് 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 ശീലായി. സോ ഇപ്പം ഇതാണ് ശീലം. ഒരുപാട് പണിയുണ്ട്. രാവിലെ ആവണത് രാവിലെ ഒരു 4:30 എണീറ്റ എങ്ങനെയാണ് വൈകുന്നേരം ആവണേന്ന് പോലും എനിക്ക് അറിയാറില്ല. അത്രയും ബിസിയാണ് ഷെഡ്യൂള്. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Vinny's Kitchen.